ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ ഖസാക്കിന്റെ ഇതിഹാസം നാടകാവതരണം ചൊവ്വാഴ്ച സമാപിക്കും. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നാടകം അരങ്ങേറുന്നത്. തൃക്കരിപ്പൂർ KMK കലാസമിതിയിലെ 70ഓളം കലാകാരന്മാരാണ് നാടകത്തിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. കരുനാഗപ്പള്ളി ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ നേതൃത്വത്തിൽ OV വിജയന്റെ പ്രസിദ്ധകൃതിയെ ആധാരമാക്കി നാടകപ്രവർത്തകൻ ദീപൻ ശിവരാമൻ ഒരുക്കിയ ഖസാക്കിന്റെ ഇതിഹാസം നാടകാവതരണം അത്ഭുതകരമായ കാഴ്ച അനുഭവമായി മാറുന്നു. 4 ദിവസമായി കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നാടകം അരങ്ങേറുന്നത്. 30-ന് നാടകാവതരണം സമാപിക്കും. പ്രശസ്തമായ പെർഫോമിംഗ് ആർട്ടുകളും വേറിട്ട കലാസാംസ്കാരിക പ്രകടനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് രൂപീകൃതമായ ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ KMK കലാസമിതിയിലെ 70ഓളം കലാകാരന്മാരാണ് നാടകത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ലോകോത്തരമായ നാടകത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും സമ്മേളിപ്പിക്കുന്ന പ്രസിദ്ധമായ വിഖ്യാതമായ ദീപൻ ശിവരാമൻ ഒരുക്കിയ നാടകം OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം അത് കരുനാഗപ്പള്ളിയിൽ അരങ്ങേറുകയാണ്. 4 നാളുകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാടിതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ കേവലം ഒരു സ്റ്റേജ് നാടക സങ്കല്പത്തിനപ്പുറം ഗാലറികൾ തീർത്തുകൊണ്ട് 1000 ആളുകൾക്ക് ഒരു ദിവസം ഇരുന്ന് കാണാൻ കഴിയുന്ന ഗാലറികൾ തീർത്തുകൊണ്ട് ആ ഗാലറിയിലാണ് ഈ നാടകം അരങ്ങേറുന്നത്. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഒരു നവ്യാനുഭവമായിരിക്കും ഈ നാടിന്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഈ നാടകം കാണാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മുഹൂർത്തമായി അതിനെ കണ്ടുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിൽ ഒരു മനുഷ്യൻ, ഒരു മലയാളി കലയെ സ്നേഹിക്കുന്നവനൊക്കെ കണ്ടിരിക്കേണ്ട ഒരു കലാ പ്രകടനം എന്ന നിലയിൽ ഇതിനെ നോക്കിക്കാണണമെന്നും ഇത് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇത് കാണാനുള്ള ഈ 4 ദിവസങ്ങളെ ഒരു അവസരമായി വിനിയോഗിക്കണമെന്നും പ്രിയപ്പെട്ട കരുനാഗപ്പള്ളി നിവാസികളോട് അഭ്യർത്ഥിക്കുന്നു. ഖസാക്ക് എന്ന ഗ്രാമവും അവിടെ ഏകാധ്യാപക വിദ്യാലയത്തിൽ അധ്യാപകനായി എത്തുന്ന രവി എന്ന യുവാവും അയാൾ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളും അവരുടെ മിത്തുകളും രവിയുടെ അന്തസംഘർഷങ്ങളും പാപചിന്തയും അച്ഛൻ്റെ ഓർമ്മകളും ഖസാക്കിലെ കരിമ്പനക്കാടുകളും അപ്പുക്കിളിയും ഷെയ്ഖുമിയാൻ തങ്ങളും മുടന്തൻ പാണ്ഡൻ കുതിരയും ഒക്കെ ചേർന്ന രവി കണ്ട ജീവിതവും രവി കണ്ട വഴികളും ആകാശവും ചിതലിമലയുമൊക്കെ അപൂർവ കാഴ്ചവിസ്മയത്തോടെ വേദിയിൽ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു. ഒരു സർക്കസ് കൂടാരം പോലെ 4 പുറവും ഗാലറികൾ തീർത്ത് അതിൻ്റെ നടുവിലെ തുറന്ന സ്ഥലം സ്റ്റേജാക്കി മാറ്റിയാണ് ദൃശ്യവിസ്മയം ഒരുക്കിയിട്ടുള്ളത്. വെയിലും മഞ്ഞും മഴയും തീയുമൊക്കെ ഇവിടെ പുനഃസൃഷ്ടിക്കുന്നു. മികച്ച ഒരു തിയേറ്റർ പെർഫോമൻസ് എന്ന രീതിയിലാണ് നാടകം അവതരിപ്പിച്ചിട്ടുള്ളത്. $30 ലക്ഷത്തോളം ചെലവ് പ്രതീക്ഷിക്കുന്ന നാടകാവതരണം തിരുവനന്തപുരത്തിനും എറണാകുളത്തിനും ഇടയ്ക്ക് ആദ്യമായാണ് അവതരിപ്പിക്കുന്നത്. ഒരു ദിവസം 1000 പേർക്ക് പ്രവേശനം ലഭിക്കുന്ന തരത്തിലാണ് ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. 12,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വേദിയിലാണ് നാടകാവതരണം. സംസ്ഥാനത്തെ വിവിധ വേദികൾക്കൊപ്പം ബംഗളൂരു, മുംബൈ, ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിലും വൻ പ്രേക്ഷക സ്വീകരണം നാടകം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും പഠനം പൂർത്തിയാക്കി ലണ്ടൻ യൂണിവേഴ്സിറ്റി ഓഫ് ആർട്സിൽ നിന്ന് നാടകത്തിൽ ബിരുദാനന്തര ബിരുദം നേടി അവിടെ തന്നെ അധ്യാപകനായി ജോലി നോക്കുകയാണ് ദീപൻ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.